ദുബായിലെ അടിപൊളി ജോലി, അടിപൊളി സാലറിക്കുള്ള ആളുകളുടെ ഒരു അനുഭവം കേട്ടോ. നല്ല സാലറി ഉണ്ടായിരിക്കും, നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, അടിപൊളി കൊളീഗുകൾ, ചൊറിയാനോ പാര വെക്കാനോ ആരുമില്ല, ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ഭയങ്കര കൂളായിട്ട് ജോലി ചെയ്ത് പോകാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്തിരുന്ന ആളുകൾക്ക് വേറെ കമ്പനിയിൽ കൂടുതൽ സാലറി ഓഫറിൽ ജോലി കിട്ടിയാലേ ഈ ജോബ് മാറണം. ഇതൊരു ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഈ ജോബ് മാറിയിട്ട് ഈ പുതിയ കമ്പനിയിൽ ഈ ഒരു സുഖവും ഈ ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ടാവുമെന്ന് ആർക്കും യാതൊരു പ്രവചനവും നടത്താൻ പറ്റില്ല. എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. സംഭവം സാലറിയും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാകും, പക്ഷേ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, പിന്നെ അവിടെ ഭയങ്കര ടോർച്ചറിങ്ങോ അല്ലെങ്കിൽ വർക്ക് പ്രഷറോ കൂടുതലുണ്ടെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കും. പക്ഷേ ഈ ഒരു സംഭവം ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ഇവർ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ അടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന കൊളീഗിനോട് ഇങ്ങനെ ചോദിക്കും, സാലറി കറക്റ്റാണോ, കറക്റ്റ് ശമ്പളം കിട്ടുമോ, വർക്ക് പ്രഷർ കൂടുതലുണ്ടോ, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയാൻ ശ്രമിക്കും. ഈ ചോദ്യം കേൾക്കുന്ന അവിടുത്തെ ആൾക്കാരുണ്ടാവില്ല, അവിടുത്തെ കൊളീഗുകൾ, അവർക്ക് കറക്റ്റ് മറുപടി പറയാൻ പറ്റൂല. കാരണം എന്താ, ഇനി എങ്ങാനും സാലറി ഡിലേ ഉണ്ട് അല്ലെങ്കിൽ വർക്ക് പ്രഷർ കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ പുതിയ ആൾ വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ പുതിയ ആളിനെ ഈ കമ്പനി മാനേജ്മെൻറ്റ് വിളിച്ച് ചോദിക്കും, എന്തുകൊണ്ടാണ് നീ വരാത്തത്. അപ്പോൾ അയാൾ പറയും, നിങ്ങളുടെ എൻ്റെ കൂടെ ഇരിക്കുന്ന അവനല്ലേ പറഞ്ഞത് സാലറി കറക്റ്റ് കിട്ടുന്നില്ല, വർക്ക് പ്രഷർ കൂടുതലാണ്, ടോർച്ചറിങ് ഭയങ്കര ഉണ്ട്, അതാ ഞാൻ വരാത്തത് അവർ പറയും. കാരണം അവർക്ക് നമ്മളെ പരിചയമില്ലല്ലോ, ആ ഒരു കാണുമ്പോഴുള്ള പരിചയം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് പേടിച്ചിട്ട് ഇവർക്ക് സാലറി ഡിലേ ഉണ്ട് അല്ലെങ്കിൽ വർക്ക് പ്രഷർ ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല, കറക്റ്റ് സത്യം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇവരെന്താ പറയുക, സാലറി കറക്റ്റ് ടൈമിന് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ അയാൾ പറഞ്ഞ് കറക്റ്റ് സമയത്ത് സാലറി കിട്ടും. ഓക്കെ, അത് സന്തോഷിച്ചിട്ട് അയാൾ ജോയിൻ ചെയ്ത് വിസ അടിച്ചു. അങ്ങനെ വിസ അടിച്ച് 2 മാസം കഴിഞ്ഞിട്ട് സാലറി കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഇവനോട് ചോദിക്കുകയാണ്, നീയല്ലടാ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നോട് ഞാൻ ചോദിച്ചില്ലേ സാലറി കറക്റ്റാണോ, ആണ് എന്നല്ല പറഞ്ഞത്, ഇപ്പോൾ സാലറി കറക്റ്റ് അല്ലല്ലോ, നീ എന്താ നുണ പറഞ്ഞെന്നൊക്കെ പറയണം. അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കറക്റ്റ് 3-ാമത്തെ മാസം ഇയാൾക്ക് സാലറി കിട്ടി. സാലറി കിട്ടിയപ്പോൾ അറിഞ്ഞപ്പോൾ ഇയാൾ തിരിച്ചു ചോദിക്കട്ടെ ഈ സാലറി മേടിച്ചാലോട്, സാലറി കിട്ടിയില്ലേ, എന്നാണ് എനിക്ക് സാലറി കിട്ടിയത്? ഡിസംബർ 30-ന് എത്ര മണിക്കാണ് സാലറി കിട്ടിയത്? ഒരു 2 മണി ആയിട്ടുണ്ടാവും, ആ സമയത്താണ് കിട്ടിയത്. ഓക്കെ,